ചെറുകണ്ടൽ, പൂക്കണ്ടൽ, ചക്കരക്കണ്ടൽ, കരക്കണ്ടൽ, ആനക്കണ്ടൽ, പ്രാന്തൻ കണ്ടൽ, കണ്ണാമ്പൊട്ടി, സ്വർണ്ണക്കണ്ടൽ, ചില്ലക്കമ്പട്ടി, വള്ളിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, കുറ്റിക്കണ്ടൽ, ചെറിയ ഉപ്പട്ടി, വലിയ ഉപ്പട്ടി, എഴുത്താണിക്കണ്ടൽ, കടക്കണ്ടൽ, തീക്കണ്ടൽ, നക്ഷത്രക്കണ്ടൽ. കടലുണ്ടിപ്പുഴയിലെ നാനാതരം കണ്ടൽ കാടുകൾ കണ്ട് മണിയൻ മൂക്കത്ത് വിരൽ വെച്ചു. ഒരു പ്രാന്തൻ കണ്ടലിന്റെ ഇലയിൽ കയറി അവർ അങ്ങനെ കടലുണ്ടിപ്പുഴയും കടന്നു. പുഴ കടക്കുന്നതിനിടയിൽ മണിയൻ ആയിരക്കണക്കിന് പക്ഷികളുടെ കൂട്ടങ്ങൾ കണ്ടു. നോക്കൂ മണിയ, കടലുണ്ടിപ്പുഴ കേരളത്തിലെ ഒരു വലിയ പക്ഷി സങ്കേതം കൂടിയാണ്. സൈബീരിയയിൽ നിന്ന് വരെ ഇവിടേക്ക് പക്ഷികൾ പറന്നു വരാറുണ്ട്. വലിയങ്ങാടിക്ക് അപ്പുറത്തൊന്നും പോയിട്ടില്ലാത്ത മണിയന് സൈബീരിയ എവിടെയാണെന്ന് പോലും മനസ്സിലായില്ല. കടൽ മണ്ണാത്തി, ആറ്റുമണൽ കോഴി, ചെറുമണൽ കോഴി, മോതിരക്കോഴി, പാമീർ മണൽ കോഴി, വലിയ മണൽ കോഴി, പട്ടവാലൻ ഗോഡിറ്റ്, വരവാലൻ ഗോഡിറ്റ്, തെറ്റിക്കൊക്കൻ, വാൾക്കൊക്കൻ, ചോരക്കാലി, ചതുപ്പൻ, പച്ചക്കാലി, മണലൂതി, കുളക്കൊക്ക്, തവിട്ടുതലയൻ കടൽക്കാക്ക, ഹ്യൂഗ്ലിൻ കടൽക്കാക്ക, വലിയ കടൽക്കാക്ക, പതക്കൊക്കൻ ആള, പുഴ ആള, കരിയാള, ചെറിയ കടലാള, വലിയ കടലാള, കൃഷ്ണപ്പരുന്ത്, കരിതപ്പി, ചെറിയ മീൻകൊത്തി, കുളക്കോഴി, മീൻകൊത്തിച്ചാത്തൻ, വെള്ള അരിവാൾ കൊക്കൻ, തിരമുണ്ടി, ചെറുമുണ്ടി, പെരുമുണ്ടി, കാലിമുണ്ടി, ചാരമുണ്ടി, ചിന്നമുണ്ടി, തിരുമുണ്ടി, പാതിരാക്കൊക്ക്, ചിന്നക്കൊക്ക് തുടങ്ങി നാനാദേശത്തു നിന്നുമുള്ള പക്ഷികളെ കണ്ട് മണിയൻ അതിശയപ്പെട്ടു. ഓടി, ചാടി, നീന്തി, മരം കയറി, പൂരപ്പുഴയും തിരൂർ പുഴയും കടന്ന് അവർ ഒടുവിൽ പൊന്നാനി അഴിമുഖത്തെത്തി. അപ്പോൾ അവിടെ ആവോലി, അയക്കൂറ, അയല, മത്തി, ചെമ്മീൻ, സ്രാവ്, തിരണ്ടി, വറ്റ, വാള, മുള്ളൻ, തളയൻ, പൂളാൻ, കോലാൻ, മാലാൻ, വാമീൻ, നെടുക, കുടുത, കൂന്തൾ, കൊത്ത, നെത്തോലി, ചൂട, വേളൂരി, മാന്തൾ, ഏട്ട, വെട്ടൻ, പാര, കോര, മീനുകളുടെ ഒരു വൻ ചാകര. ചാകര കണ്ടു മതിമറന്നു നിന്ന് അവർക്കൊരു ജങ്കാറ കിട്ടി. ആരും കാണാതെ ജങ്കാറിൽ കയറി അഴിമുഖവും ഭാരതപ്പുഴയും ലൈറ്റ് ഹൗസും കണ്ട് അവസാനം അവർ വലിയ പള്ളിയുടെ അടുത്തെത്തി. അതിൻ്റെ അപ്പുറത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള അങ്ങാടിയിലാണ് അപ്പാണ്യം. അപ്പച്ചന്തയിൽ എത്തിയപ്പോഴത്തെ കഥ കേൾക്കണോ? അവിടെ ഉറുമ്പുകളുടെ മഹാസമ്മേളനം. പലതരം ഉറുമ്പുകൾ, പല നിറമുറുമ്പുകൾ,